തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടെ കേരളത്തിലുടനീളം പ്രചരണവും ചുവരെഴുത്തും പോസ്റ്റർ ഒട്ടിക്കലും അടക്കം നടക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ ആരും അറിയാതെ സമാന്തരമായി നടക്കുന്ന ഒരു രീതിയാണ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അണികളിലേക്കും ജനങ്ങളിലേക്കും എത്താനുള്ള പുത്തൻ തന്ത്രം. ഈ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ കാലത്തെ പുതിയ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾ നേരിടാൻ പോകുന്നത്. ഓരോ മണ്ഡലത്തിലും മുന്നണികളുടെ രാഷ്ട്രീയ സാധ്യതകൾ, അതിൽ നമുക്കെത്ര, എതിരാളികൾക്കെത്ര, രണ്ടിലും ഉൾപ്പെടാത്ത നിഷ്പക്ഷർ എത്ര, ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും മുന്നണികളുടെ മുന്നിലേക്ക് ഡാറ്റയായി എത്തും. ഈ ഡാറ്റ ഉപയോഗിച്ചാകും പ്രവർത്തനം മണ്ഡലത്തിലെ ഏത് ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കണമെന്നുള്ള പ്രചാരണ തന്ത്രങ്ങൾ മെനയുക. സമൂഹ മാധ്യമങ്ങൾ വഴി വോട്ടർമാരിലേക്ക് എളുപ്പമെത്തുക എന്നിങ്ങനെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളുടെ വിജയം കൂടുതൽ സുഗമമാക്കുന്നതാണ് ഈ രീതി. സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യ കമ്പനികൾ, ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെയുള്ള പരസ്യ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ്, ഓഫ് കോഴ്സ് നമുക്കൊരു ഡിജിറ്റൽ മീഡിയയിൽ പ്രസൻസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അത് പോസ്റ്ററിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ AI വീഡിയോസ് ആവാം, അല്ലെങ്കിൽ റിയൽ വീഡിയോസ് ആവാം. ഈ ഒരു മെത്തേഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കുറച്ച് ഡിഫറന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ഓറിയന്റഡ് ആയിട്ട് ക്രിസ്പായിട്ട് സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ള രീതിയിലാണ്. അതിന് നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ആ ഡേറ്റ നമ്മൾ അപ്ലോഡ് ചെയ്യും, അതിനെ ഡിജിറ്റൈസ് ചെയ്യും. അതിനെ ഡിജിറ്റൈസ് ചെയ്തതിനു ശേഷം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇതിനെ ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ബൂത്ത് ലെവലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അറിയായിരിക്കും ഇന്ന കുടുംബം ഇന്ന പർട്ടിക്കുലർ ആൾക്കാർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത്, ഒരു ഏകദേശ ധാരണ കാണും. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെ എന്നിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഇത്രയും ആൾക്കാരാണ് ഈ ബൂത്തിലെ LDF, ഇത്ര ആൾക്കാരാണ് UDF, ഇത്ര ആൾക്കാരാണ് NDA, ഇത്ര ആൾക്കാർ നിഷ്പക്ഷരാണ് എന്നുള്ള രീതിയിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യും. ഇതിനെ വെച്ചുകൊണ്ടായിരിക്കും കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അടിത്തട്ടിലെ അണികൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മണ്ഡലത്തിലെയും ചിത്രം തെളിയുന്നത്. കന്നി വോട്ടർമാരെയും നിഷ്പക്ഷരെയും കണ്ടെത്തി അവരിലേക്ക് എത്തുവാൻ ഇതുവഴി എളുപ്പവുമാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്തെ ഇന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇപ്പൊ കഴക്കൂട്ട് എടുക്കുകയാണെങ്കിൽ കഴക്കൂട്ടൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്രയും നമ്പർ ഓഫ് വോട്ടേഴ്സ് ഈ പാർട്ടിയിലാണ് കൂടുതലായിട്ടും ഒരു ചായ്വുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ എത്ര നിഷ്പക്ഷരുണ്ടെന്ന് കഴിഞ്ഞാൽ അവരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ദി അതർ പാർട്ടി ക്യാൻ വിൻ എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടും. അപ്പൊ അതിനെ ഡിജിറ്റൈസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ ഡിജിറ്റൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുക, അവരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് മെസ്സേജ് അയക്കാം, അവരെ വിളിക്കാം, അവരുമായിട്ട് സംസാരിക്കാം. അതുപോലെ ഇലക്ഷൻ ഡേയിൽ ഇപ്പൊ ഈ ടൂളിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇലക്ഷൻ ഡേയിൽ എത്ര പേര് ഈ നിഷ്പക്ഷരായിട്ടുള്ളവർ, നമ്മളുമായിട്ടും കുറച്ച് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തവർ ഇലക്ഷന് വന്നു, വോട്ട് ചെയ്യാൻ വന്നു എന്നുള്ള ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണം ചിലവിടുന്നതും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലാണെന്നാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്രഷ് മൈൻഡ് ഐഡിയാസ് പറയുന്നത്.